Welcome to semester 3 complementary electronics. Today we see class number E40 transformer coupled class amplifier. Transformer coupled, you write as coupled class amplifier. അപ്പോൾ ഇത് സെമിസ്റ്റർ 3 കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് BSc ഫിസിക്സ് മെയിൻ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സാണ്. അതിൽ ഇലക്ട്രോണിക്സ് കോംപ്ലിമെൻ്ററി എടുക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ക്ലാസ് ആംപ്ലിഫയർ. ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ക്ലാസ് ആംപ്ലിഫയർ ക്യാൻ ബി ആസ്ക്ഡ് as an essay question. So what is a transformer coupled amplifier? You see the diagram first. അതിൻ്റെ ഡയഗ്രാം ആദ്യമേ നോക്കുക. നമ്മൾ ആ സർക്യൂട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടില്ല. ഇവിടെ ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ക്ലാസ് ആംപ്ലിഫയർ ആണ്. ഒരു NPN ട്രാൻസിസ്റ്റർ അത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഒരു കപ്പാസിറ്റർ ഉണ്ട് ഇൻപുട്ട് കൊടുക്കാൻ. പിന്നെ ലോഡായിട്ട് ഒരു ട്രാൻസ്ഫോർമറാണ്. ഒരു ട്രാൻസ്ഫോർമറാണ്. അത് ലെഫ്റ്റിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇത്രയും മതി. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ഡയഗ്രാം വേണമെങ്കിൽ നമ്മൾ താഴെ ഒരു പ്രോബ്ലത്തിൽ കൊടുക്കുന്നുണ്ട് ആ ഡയഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഈ കളക്ടർ റെസിസ്റ്റൻസ് RCക്ക് പകരം ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയാണ് വരുന്നത്. ആ പ്രൈമറിയിൽ നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആണ്. പിന്നെ അതുമായിട്ട് ട്രാൻസ്ഫോർമർ ആകുമ്പോൾ സെക്കൻഡറി ഉണ്ട്. സെക്കൻഡറിയിൽ നിന്നാണ് നമ്മൾ ലോഡ് വെച്ച് ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കുന്നത്. സെക്കൻഡറിയിൽ നിന്ന് ലോഡ് വെച്ച് ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ബേസിക് റെസിസ്റ്റൻസ് ഒന്നും കാണിച്ചിട്ടില്ല. ഒരു NPN ട്രാൻസിസ്റ്റർ, ലോഡായിട്ട് ഒരു ട്രാൻസ്ഫോർമർ പ്രൈമറി. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് നേരിട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടല്ല, മറിച്ച് ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറി ഉപയോഗിച്ചിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ദ ഡയഗ്രം ഷോസ് എ ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ക്ലാസ് ആംപ്ലിഫയർ. In the place of RC, we have a transformer primary and output is taken from the secondary using a load RL. There is an input capacitor. The input is given at the base. We take output from the secondary of the transformer. In a transformer coupled class amplifier, the load is not directly connected to the collector terminal. Load നേരിട്ട് കളക്ടർ ടെർമിനലിൽ കൊടുക്കുന്നില്ല. Hence DC collector circuit does not DC collector current does not pass through it. അതുകൊണ്ട് DC കറണ്ട് ഈ ലോഡ് റെസിസ്റ്ററിനുള്ളിൽ അതുകൂടി കടന്നു പോകാനുള്ള സാധ്യതയില്ല. In an ideal transformer primary winding resistance is 0. ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് 0 ആണ്. ഹെൻസ് DC പവർ ലോസ് ഇൻ ദി ലോഡ് ഈസ് 0. ഹവർ ഇൻ പ്രാക്ടീസ് ദർ ഈസ് എ സ്മോൾ DC റെസിസ്റ്റൻസ് ഇൻ ദി പ്രൈമറി വൈൻഡിങ്സ്. ദിസ് അബ്സോർബ്സ് സം പവർ ത്രൂ ദോ മച്ച് ലെസ് താൻ എ ഡയറക്റ്റ് കപ്പിൾഡ് ലോഡ്. In short, what the transformer does is to substitute AC load in the place of ohmic load or DC load. അപ്പോൾ ട്രാൻസ്ഫോർമർ കപ്പിൾ ആംപ്ലിഫയറിൽ ലോഡ് RCക്ക് പകരം നമ്മളൊരു പ്രൈമറി ട്രാൻസ്ഫോർമർ കണക്ട് ചെയ്യുകയാണ്. ട്രാൻസ്ഫോർമർ പ്രൈമറിക്ക് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിനെ ഒരു AC ലോഡായിട്ട് വിചാരിക്കാം. ഈ AC ലോഡ് അപ്പോൾ ഈ പ്രൈമറിയിൽ റെസിസ്റ്റൻസ് പിന്നെ 0 എന്ന് പറയാൻ പറ്റത്തില്ല, അല്പമെങ്കിലും കാണും. അതുകൊണ്ട് ഇങ്ങനെ പറയാം, ദിസ് അബ്സോർബ്സ് സം പവർ വിച്ച് ഈസ് മച്ച് ലെസ് ദാൻ എ ഡയറക്റ്റ് കപ്പിൾഡ് ലോഡ്. ഒരു ഡയറക്റ്റ് കപ്പിൾഡ് RCയേക്കാൾ വളരെ കുറവായിരിക്കും ഇതെടുക്കുന്ന പവർ. ഇൻ ഷോർട്ട്, വാട്ട് ദി ട്രാൻസ്ഫോർമർ ഡസ് ഈസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് AC ലോഡ് ഇൻ ദ പ്ലേസ് ഓഫ് ohmic ലോഡ് ഓർ DC ലോഡ്. റെസിസ്റ്റൻസ് പകരം AC ലോഡാണ്, ഇവിടെ ഇൻഡക്റ്റൻസ് പോലെയുള്ള ലോഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രൈമറി ലോഡ് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാം. If RL is the secondary load, then the primary load RL dash can be calculated by the transformer equation. If RL is the secondary load, then the primary load RL dash can be calculated by the equation RL is K square RL dash. RL dash is the primary load, RL is secondary load, and K is the transformer 10 ratio, transformation ratio.
നമ്മൾ ട്രാൻസ്ഫോർമറിൽ പഠിക്കുന്നതാണ് N2 by N1 is N2 by N1 square is R2 by R1. Therefore R2 is N2 by N1 square into R1 എന്ന ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഇത് പഠിച്ചാൽ മതി. RL is K square into R dash. R dash is the primary load, primary resistance. K is equal to N2 by N1. That is RL dash is equal to RL by K square. 1 by K square is N1 by N2. Therefore N1 by N2 square, N1 by N2 square into RL, that is RL dash. Here K is less than a unity. K is less than a unity. In an ideal transformer, there is no primary drop. Hence VCC equal to VCQ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ ഒരു there is no primary drop. ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ ആ പ്രൈമറിയിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. ഹെൻസ് VCC ഈക്വൽ ടു VCQ. അതുകൊണ്ട് VCC VCQ ആയിരിക്കും. VCC equal VCQ. Now all the power supplied by VCC is delivered to the transistor. Hence the overall and the collector efficiencies become equal. Overall efficiency and collector efficiency are equal. Therefore eta overall is equal to POAC by VCC into ICQ, which is equal to POAC by VCQ into ICQ, because VCQ is equal to VCC. VCQ is equal to VCC itself in a transformer coupled class A amplifier. Power diagram of the transformer coupled class A amplifier. ഇതിലൊരു പവർ ഡയഗ്രം ഉണ്ട്. പവർ റെക്റ്റാങ്കിൾ ഇവിടെ വരത്തില്ല, പവർ ട്രയാങ്കിളാണ് നമ്മൾ കാണുന്നത്. Power diagram of a transformer coupled class A amplifier. The power distribution of a transformer coupled class A amplifier is shown in the figure. Since load power loss is zero, that the triangle A, നമ്മൾ നേരത്തെ പവർ റെക്റ്റാങ്കിൾ കണ്ടതാണ്. ഇത് ട്രയാങ്കിൾ എ ഈസ് നോട്ട് എക്സിസ്റ്റൻറ്റ്. ഈ പടത്തിൽ കാണുന്ന ട്രയാങ്കിൾ എ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരിക്കത്തില്ല. അതിൻ്റെ ഏരിയ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. The triangle is not existent, or it is non-existent. The load line is AC load line AC load line. Consequently, VCQ is equal to VCC. അപ്പോൾ ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത അതിൻ്റെ ക്യൂ പോയിൻ്റ് കളക്ടോമീറ്റർ വോൾട്ടേജ് VCQ സപ്ലൈ വോൾട്ടേജ് VCCക്ക് തുല്യമാണ്. ഏരിയ ഇപ്പോൾ നോക്കി, ഇതാണ് കർവ്. എക്സ് ആക്സിൽ നമ്മൾ VCE, വൈ ആക്സിൽ IC, ഓപ്പറേറ്റിംഗ് പോയിൻ്റ് Q ആണ്. AC ലോഡ് ലൈൻ, ഇവിടെ DC ലോഡ് ലൈൻ ഇല്ല, AC ലോഡ് ലൈൻ വരച്ചിരിക്കുന്നത്. AC ലോഡ് ലൈൻ താഴെ വന്ന് മുട്ടുന്ന പോയിൻ്റ് 2 VCCയിലാണ്. അതുപോലെ അത് മുകളിൽ ചെന്ന് മുട്ടുന്ന കറണ്ട് വാല്യൂ 2 ICQ ആണ്. 2 ICQ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് Q ആണ്. ക്യൂവിന് നേരെയുള്ള കറണ്ട് ICQ ആണ്. ക്യൂവിന് നേരെയുള്ള വോൾട്ടേജ് VCQ ആണ്. VCQ ഈസ് VCCക്ക് തുല്യവുമാണ്. അപ്പോൾ അത് ആ പടം നോക്കി മനസ്സിലാക്കണം. Here triangle B is equal to triangle C area. Power delivered to power across RL or RL dash. C is equal to power delivered to transistor. The area of triangle B, delta B എന്ന് പറഞ്ഞാൽ area of triangle B is equal to area of triangle C. Also, some of the areas of A and B represents power delivered to the transistor, which is equal to the area of triangle C. Delta C എന്നുള്ള triangle C എന്ന് വായിക്കുക, not delta C. Therefore, eta overall is equal to POAC by VCC into ICQ, and
VCC into ICQ. POS is equal to area of triangle B by B plus C. VCQ into ICQ is equal to total area of triangle B and C. So we write B by B represents area of triangle B by area of triangle B and plus area of triangle C. B by B plus C. B and C represent area of triangles. ഈ സിയും ബിയും തുല്യമായതുകൊണ്ട് നമുക്ക് എഴുതാം ബി പ്ലസ് ഈസ് 2b. സോ ഇറ്റ് ഈസ് ബി ബൈ 2b, 1/2. സോ overall efficiency is 1/2. 1/2 means 50%. So for a transformer coupled class A amplifier, the efficiency is 1/2, 50%. It can be shown that the overall efficiency of a transformer coupled amplifier, class A amplifier, is also given by, നമുക്ക് തെളിയിക്കാൻ പറ്റും, തെളിയിച്ച് കാണിക്കേണ്ട, തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. Eta overall is equal to efficiency overall is equal to 50 into VCE max minus VC minimum by 2 VCC the whole square. Eta overall is equal to 50 into VCC max minus VCE max minus VCE minimum by 2 VCC the square. You have to by heart this relation. Eta overall. Again, this eta overall efficiency eta can be also written as 50 into VCE max minus VCE minimum by VCE max plus VCE minimum the whole square. We need the advantages of transformer coupled class amplifier. No signal power is lost. Signal power നഷ്ടമില്ല. No signal power is lost in the collector or base resistors. Number 2, an excellent impedance matching can be achieved in transformer coupled amplifier. Number 3, due to excellent impedance matching, transformer coupling provides high gain. High gain തരുന്നതാണ് transformer coupling. Disadvantages: it has poor frequency response, that is, gain varies considerably with the frequency which gain മാറിക്കൊണ്ടിരിക്കും. The coupling transformers are bulky. Coupling transformers size ഉള്ളതായിരിക്കും. The coupling transformers are bulky and fairly expensive at audio frequencies. Number 3, transformer coupling tends to introduce hum in the output. ഈ ട്രാൻസ്ഫോർമർ കപ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ടാകും. അത് ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ അതിൽ എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളതാണ്. എസ് എ ക്വസ്റ്റ്യൻ നേരത്തെ വിത്ത് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ transformer coupled class A amplifier, give its power diagram, mention its advantages and disadvantages. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് വരച്ച് കാണിക്കണം. അവിടെ ഗ്രാഫിൽ ട്രയാങ്കിൾ ബി യൂസ് ചെയ്യണം ഇമ്പോർട്ടൻറ്റ്, എക്ക് പ്രാധാന്യം ഇല്ല എന്ന് ഓർക്കണം, അത് വരയ്ക്കണം. ഇനി പ്രോബ്ലം ഫോർ ദി ട്രാൻസ്ഫോർമർ coupled optically biased class A amplifier shown the figure. Find A, transformation ratio, B, the collector current, C, transistor power rating. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. താഴെ ഒരു പടമുണ്ട്, ഇതാണ്. അപ്പോൾ ഈ പടം നമ്മൾ നേരത്തെ വരച്ച പടം തന്നെയാണ്. നേരത്തെ വരച്ചാൽ ഇവിടെ ഈ RB എന്നുള്ള ലോഡൊന്നും കാണിച്ചിട്ടില്ല. ഇത് വേണേൽ വരച്ചാലും മതി എസ് ഐ എഴുതുമ്പോൾ. ഇത് ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം തന്നെയാണ്. ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയർ ഡയഗ്രാം തന്നെയാണ്. ഇവിടെ ഔട്ട്പുട്ടിൽ V2 കിട്ടും. ലോഡ് 4 ohm ആണ്. സപ്ലൈ മുകളിൽ 30 വോൾട്ട്, RB ഉണ്ട്. അപ്പോൾ ഇത് ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയർ ഡയഗ്രാം നിങ്ങൾ കരുതുക. നമ്മൾ തുടക്കത്തിൽ ഈ RB ഒന്നും കാണിച്ചിട്ടില്ല, വേണേ കാണിക്കാം. ഇത് തന്നെ വരച്ചാലും മതി. വാല്യൂ എഴുതേണ്ടത് മാത്രം, ഈ 4 ohm ഒന്നും എഴുതേണ്ടത് മാത്രം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K = N/N എന്നാണ് പറയുന്നത്. നമുക്ക് തൽക്കാലം ഈ K 1/A എന്ന് വിളിക്കാം. അപ്പോൾ 1/A എന്ന് വിളിച്ചു കഴിഞ്ഞാൽ A is 1/K ആയിരിക്കും. അത് N1/N2 ആയിരിക്കും. N1/N2. അപ്പോൾ N1/N2 ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ റെസിപ്രോക്കലാണ്. അല്ലെങ്കിൽ A എന്ന് പറഞ്ഞാൽ N1/N2 ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ റെസിപ്രോക്കലാണ്. We know POSC, that we can write as P 4.5. ഏരിയ ഓഫ് ട്രയാങ്കിൾ B ആയിട്ട് വരുന്നതായിരിക്കും. ബട്ട് P = P ലോഡ് VRMS സ്ക്വയർ. അതിന് വേറെ ഇക്വേഷൻ പറയണം. VRMS സ്ക്വയർ ബൈ RL. VRMS പറഞ്ഞാൽ
V2 മാക്സ് സ്ക്വയർ ബൈ റൂട്ട് 2 ആണ്. കാരണം സെക്കൻഡറിയിലാണ് വോൾട്ടേജ് കിട്ടുന്നത്. ട്രാൻസ്ഫോർമർ സെക്കൻഡറിയിലാണ് വോൾട്ടേജ് കിട്ടുന്നത്. ട്രാൻസ്ഫോർമർ സെക്കൻഡറി വോൾട്ടേജിന് V2 എന്ന് പറഞ്ഞാൽ ഇത് V2 മാക്സ് വി മാക്സ് നമുക്കറിയാമല്ലോ VRMS ഇസ് വി മാക്സ് ബൈ റൂട്ട് 2 ആണ്. അപ്പോൾ അങ്ങനെ V2 മാക്സ് ബൈ റൂട്ട് 2 സ്ക്വയർ ബൈ RL. ഇതാണ് പവറിൻ്റെ ഒരു ഇക്വേഷൻ. That is P is equal to V2 max square by 2RL. 2RL. Root 2 into square 2 ആയിട്ട് താഴെ വരും. So V max square, V2 max square is equal to 2RL into P. V2 max is root of 2RL into P. Root of 2 into 4 into 4.5. That is 6 volt. 36 റൂട്ട് വരും. V2 by V1 is N2 by N1 which is 1 by A. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ റെസിപ്രോക്കൽ ആകട്ടെ. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ റെസിപ്രോക്കൽ സൈഡ് കൊടുക്കണം. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ റെസിപ്രോക്കലാണ് ഈ എ എന്ന് പറയുന്നത്. എ V2 by V1 എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. V2 by V1 is N2 by N1 which is K. കെയുടെ റെസിപ്രോക്കലാണ് 1 by A. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് എ നമ്മൾ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 1 by A is V2 max by V1 max. Therefore, that is V1 max is equal to A into V2 max. A into V2 max. V2 max is 6 volt. തന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ 6 into 6A. For transformer coupled amplifier, V1 max is equal to VCC. And VCC and VCC is given 30 volt, 36A. A is 30 by 6, 5. A is 5. That is K, 1 by A is 1 by 5. Therefore, N2 is to N1, 1 is to 5. K is N2 by N1. So N2 by N1, N2 is to N1. N2 by N1 is N2 is to N1. Ratio എന്നുള്ള ബൈ ആണല്ലോ. That is 1 is to 5. Collector current IC, we can find collector current IC. VCC into IC is equal to P in AC, P in DC. IO is IC equal to 9. Therefore, IC is equal to 9 by 30. That is 0.3 ampere. IC is equal to 9 by 30. That is 0.3 ampere. Eta overall, PO by PI. That is maximum. That is eta overall. That max eta overall. That we know 0.5 ആണ്. ഒരു ട്രാൻസ്ഫോർമർ കപ്പിളിൻ്റെ മാക്സിമം ഓവറോൾ ഗെയിൻ 0.5 ആണ്. Therefore 0.5 is PO by PI. 0.5 is 4.5 by PI. PI is equal to 4.5 by 0.5 which is 9. അതാണ് PI, ഇൻപുട്ട് പവർ. ഇനി സി എന്നുള്ള ഉത്തരം, സി എന്നുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിച്ചു. പിന്നെ ട്രാൻസിസ്റ്റർ പവർ റേറ്റിംഗ് ആണ്. ആ പവർ റേറ്റിംഗിനെ പറ്റി സെൻറ്റൻസ് എഴുതിയാൽ മതി. വേസ്റ്റ് കേസ് കണ്ടീഷൻ ഫോർ ദ ട്രാൻസിസ്റ്റർ ഈസ് വെൻ ദർ ഈസ് നോ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാത്ത കണ്ടീഷനാണ് വേസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കാരണം ഈ DC പവർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്ത് കുറച്ച് AC ആക്കണം. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ, സീറോ സിഗ്നലാണെങ്കിൽ, ഇൻപുട്ട് പവർ ആണെങ്കിൽ ഇത് നമുക്ക് പവർ DC പവർ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ DC പവർ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഈ ആംപ്ലിഫയറിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ആ സിറ്റുവേഷനെ വേസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. ദ വേസ്റ്റ് കേസ് കണ്ടീഷൻ ഫോർ ദി ട്രാൻസിസ്റ്റർ ഈസ് വെൻ ദർ ഈസ് നോ ഇൻപുട്ട് സിഗ്നൽ. In that case, the transistor has to dissipate the entire input
വേസ്റ്റ് കണ്ടീഷനിൽ ഡി സി പവർ എ സി പവർ ഇല്ലാത്തതുകൊണ്ട് കമ്പൽ ഡി സി പവറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, ഡിസിപ്പേറ്റ് ചെയ്യണം എനർജി ആക്കിയിട്ട്. ദെയർഫോർ ട്രാൻസിസ്റ്റർ പവർ റേറ്റിംഗ്, ഇപ്പോൾ എത്രയാണ് മാക്സിമം പവർ ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത് അതാണ് റേറ്റിംഗ്, വിച്ച് ഈസ് പി ഇൻ ഡി സി 9 വാട്ട്. 9 വാട്ടാണ് ഈ പി ഇൻ ഡി സി ഇൻപുട്ട് പവർ വേസ്റ്റ് കണ്ടീഷൻ. That is all with your 40th class. We continue with Class B push-pull amplifier. Thank you very much.